പ്രാദേശികമായി നടപ്പിലാക്കുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ നാട്ടിൽ നിന്ന് വിഭവശേഷിയേക്കാൾ കൂടുതൽ നമ്മളെ കഴിവുകൾ മറ്റ് രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. ഒരുപാട് ബിസിനസ്സുകാരുമില്ല, വളരെ സാധാരണക്കാരായ തൊഴിലാളികളും വിദ്യാർത്ഥികളും ഒക്കെ പല നാടുകളിൽ പേരുണ്ട്. അപ്പോൾ അവരുടെ പുനരധിവാസ പദ്ധതികളിൽ പഞ്ചായത്ത് ലോക്കൽ റൂട്ട്സുമായിട്ടും സംസ്ഥാന സർക്കാരുമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടും വേണ്ട എല്ലാ പദ്ധതികളും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാകും. രണ്ടാമത്തെ വിഷയം, ഗൾഫിൽ നിൽക്കുന്ന ആളുകളുടെ ഇപ്പം വസ്തു തർക്കങ്ങൾ വരുന്നുണ്ട്, അതിര് തർക്കങ്ങൾ വരുന്നുണ്ട്, പിന്നെ നിയമവിരുദ്ധമായ പ്രശ്നങ്ങൾ ചില വീടുകളിൽ, കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങൾ, ചില വീടുകൾ സാമൂഹ്യ വിരുദ്ധർ അടിച്ച് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് പരാതി നൽകാൻ പഞ്ചായത്തിനകത്തൊരു ഒത്തുതീർപ്പ് നടത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകാലങ്ങളിൽ പലരെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരാൾ പോലും ആ വിഷയത്തിൽ ഇടപെടുന്നില്ല. പലരും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, പ്രവാസികൾക്ക് വേണ്ടി പറയാൻ ആളില്ലാത്തതുകൊണ്ട് ഇവർ ഇതിനെ സൈഡ് ലൈൻ ചെയ്ത് വയ്ക്കുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം. ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാർ ഓരോരുത്തരെ വിളിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഓഫീസർ എന്നിട്ട് തന്നു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ന്യായമാണെങ്കിൽ മാത്രം ഞങ്ങൾ വിഷയത്തിൽ ഇടപെട്ടാൽ മതി. നമ്മളിപ്പോൾ കാട്ടുപന്നി ശല്യത്തിലും ഈ വിഷയത്തിൽ പഞ്ചായത്ത് നമ്മൾ പരാതിയുണ്ട്. നിങ്ങൾ ആ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ 100% പ്രവാസികൾ അഭിനന്ദിക്കുകയാണ്. കാര്യം നമ്മുടെ ആൾക്കാരുടെ ഭൂരിപക്ഷം പേരുടെ വസ്തുക്കൾ ഇവിടെയാണ്, നമ്മുടെ വിഭവങ്ങൾ കൂടുതൽ ഇവിടെയാണ്, നമ്മുടെ വരുമാനം ഇല്ലെങ്കിൽ പട്ടിണിയായി പോകുന്ന കുടുംബങ്ങൾ ഇവിടെയാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് നടപടികൾ സ്വാഗതം ചെയ്യുന്നതിനുള്ള സംശയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ പ്രവാസി ക്ഷേമത്തിലും പുനരധിവാസ പ്രവർത്തികളുണ്ട്. ഇവിടെ പ്രവാസം ലോകം മുൻ പ്രവാസികളുടെയും നിലവിൽ ഏതൊക്കെ രാജ്യത്തെ പ്രവാസികളുണ്ട് എന്നതിൻ്റെ ഒരു ഡാറ്റ അടിയന്തരമായി പഞ്ചായത്ത് സമിതി രൂപീകരിക്കണം. അതിന് പ്രവാസി സംഘടന നിലയ്ക്ക് മാനവീയത്തിൻ്റെ എല്ലാവിധമായ സപ്പോർട്ടും ഉണ്ടാവും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, മുൻ പ്രവാസികൾക്കും അനുയോജ്യമായ രീതിയിൽ അവർക്ക് ചെറുകിട ബിസിനസ്സുകൾ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം. പഞ്ചായത്തിൻ്റെ പൊതു വസ്തുവിൽ നിങ്ങൾ മിനി ഇൻഡസ്ട്രി ഏരിയകൾ തുടങ്ങിയാൽ നമുക്ക് സംഭരണ യൂണിറ്റുകൾ, ടെക്നിക്കൽ മേഖലകളിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ, ഇന്റീരിയർ ഡെക്കറേഷൻ അടക്കം വരുന്ന ഒരുപാട് വിദഗ്ധ തൊഴിലാളികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ഇവിടെ വന്ന് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ഈ മെഷീനറീസ് യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പവറിൻ്റെ പ്രശ്നമുണ്ട്, വാഹനത്തിൻ്റെ ഇതുണ്ട്, പിന്നെ ഈ പറഞ്ഞതുപോലുള്ള ഷെഡുകളുടെ കുറവുണ്ട്. പഞ്ചായത്തിന് അധികമായൊരു വരുമാനം, ഉദാഹരണത്തിന് ഒരു 15 ഷെഡാണ് നിങ്ങൾ കെട്ടിയെടുത്തതെങ്കിൽ പഞ്ചായത്ത് ഒരു ഷെഡിന് 1 ലക്ഷം രൂപ വെച്ചിട്ട് വാങ്ങണമെങ്കിൽ പോലും ഒരു വർഷം 15 ലക്ഷം രൂപ പഞ്ചായത്തിന് ആ വഴിയിൽ നിന്ന് കിട്ടുമ്പോഴാണ്. ഇത് ഏറ്റെടുത്ത് നടത്താനുള്ള മുൻ പ്രവാസി സംരംഭങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവാസികൾക്ക് കൂടുതൽ പ്രാധാന്യം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവാസികൾക്ക് ഈ നാടിനെ സ്നേഹിക്കുന്നവരാണ്. അവരാവശ്യമായിട്ടുള്ള പിന്തുണയും ഇന്നത്തെ വിഷയങ്ങൾ സപ്പോർട്ട്. ഇപ്പോൾ നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു വാർഡിനകത്ത് 10ഓളം മിനി ഇൻഡസ്ട്രിയൽ സംവിധാനങ്ങൾ തുടങ്ങാനുള്ള കെട്ടിടങ്ങൾ അടക്കം നൽകാമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പ്ലാൻ ഫണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനും തികയത്തില്ല. അധിക വരുമാനമായി വരുന്ന ഫണ്ടിൽ നിന്ന് ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ പുരുഷശ്രീയോ കുടുംബശ്രീയോ പദ്ധതികളിൽ പ്രവാസികളെ കുടുംബശ്രീകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുടുംബശ്രീ പദ്ധതി കൊണ്ടുവന്നാൽ ഞങ്ങൾ ഇത്തരം യൂണിറ്റുകൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾ അതിനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു തന്നാൽ ലോകത്ത് കടപിടിക്കുന്നതിനുള്ള കയറ്റുമതിക്ക് പ്രാധാന്യം ഉണ്ടാകുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യാൻ നമ്മളെ പ്രവാസി കൂട്ടായ്മകൾക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രവാസിക്ഷേമ പദ്ധതികൾ, ഇൻഷുറൻസ് പ്രവാസികൾക്ക് ഗ്രൂപ്പായിട്ട് ഇൻഷുറൻസ് സംവിധാനം, പ്രവാസികളുടെയും പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടുകൂടി ഒരു പദ്ധതി നടപ്പിലാക്കാൻ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതി. അതിനകത്ത് ഫർദർ ചർച്ച എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ